ജൈവ വൈവിധ്യ സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ജോർജ് തോമസ്. ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ജോർജ് തോമസ്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ ചെയർമാനാണ്. നമുക്കറിയുന്ന പോലെ എല്ലാ വർഷവും മെയ് 22-ന് ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്, ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ. ഈ വർഷം 2024-ലെ ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം, സ്ലോഗൻ എന്ന് പറയുന്നത് പ്ലാനിന്റെ ഭാഗമാകൂ എന്നാണ്. ബി എ പാർട്ട് ഓഫ് ദി പ്ലാൻ. അപ്പൊ ഒരു സംശയം ചോദിക്കുക, എന്താണ് ഈ പ്ലാൻ? പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുൻമിങ് മോൺട്രിയൽ ബയോഡൈവേഴ്സിറ്റി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിം വർക്ക്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട UNFCCC, അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് CBD, അതായത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഇതിനൊരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉണ്ട്, COP ഉണ്ട്. ഈ COP 15 2022 ഡിസംബറിലാണ് ഏറ്റവും അവസാനം നടന്നത്. അത് മോൺട്രിയലിൽ വെച്ചിട്ടായിരുന്നു. കുൻമിങ്ങിൽ തുടങ്ങി മോൺട്രിയലിൽ അവസാനിച്ചു. കാരണം കോവിഡ് ആയതുകൊണ്ട് കുൻമിങ്ങിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മോൺട്രിയലിൽ അവസാനിച്ചു. മോൺട്രിയൽ COPയിൽ, കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അംഗീകരിച്ച പ്ലാനിന്റെ പേരാണ് ഈ GPF, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. അപ്പോ ഇത് 2022 വന്നു. 23 പ്രവർത്തനങ്ങൾ, 23 ആക്ടിവിറ്റീസ് അംഗീകരിച്ചുവെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരത്തിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം പ്രവൃത്തിയിൽ നിന്ന് കരാറിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബയോഡൈവേഴ്സിറ്റി ദിനത്തിന്റെ പ്രമേയം. കരാർ എന്ന് പറഞ്ഞത് ഈ കരാറാണ്, പ്രവൃത്തിയിലേക്ക്. ഈ വർഷം ഈ പറയുന്ന മാതിരി എന്താണ്, പ്ലാനിന്റെ ഭാഗമാകൂ. അപ്പൊ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കാണ്. അതൊരു പ്ലാനാണ്. 23 ആക്ഷനബിൾ പോയിന്റ്സ് ഉള്ള സംഗതികൾ എല്ലാ രാജ്യങ്ങളും, അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന 196 രാജ്യങ്ങളും നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ്. അത് ജനങ്ങളും ജനസമൂഹങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട 23 ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 30-30, അതായത് 30/30, 2030 ഇവിടെ ഉദ്ദേശിച്ചത്. 2030 ആകുമ്പോഴേക്കും 30% ലോകത്തിന്റെ കരാപ്രദേശങ്ങൾ, മറ്റേ ഉൾനാടൻ ജലാശയങ്ങള്, കടല്, ഇവ സംരക്ഷിക്കണം. 30% ഏരിയ സംരക്ഷിക്കണം. അതുപോലെ തന്നെ 30% ജീർണിച്ച എക്കോളജിക്കൽ വ്യവസ്ഥകൾ, ആവാസ വ്യവസ്ഥകൾ തിരിച്ചു കൊണ്ടുവരണം, റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ 30% എന്നതിന് അവിടെ ഊന്നൽ കൊടുക്കുകയാണ്. 30% തിരിച്ചു പിടിക്കുക, 30% ജീർണിച്ച ആവാസ വ്യവസ്ഥകളെ തിരിച്ചു പിടിക്കുക, 30% കൺസർവേഷൻ ഏരിയ ആക്കി മാറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2030 വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് തന്നെ 2030 ലക്ഷ്യങ്ങളുണ്ട്, 2050 ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് 2030 ലക്ഷ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് 2030 വെച്ചിട്ടുള്ള ടാർഗറ്റുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ വർഷം, നേരത്തെ ഞാൻ 2 വർഷം കൂടുമ്പോഴാണ് ഈ CBDയുടെ കാര്യത്തിൽ, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ഈ വർഷം ഒക്ടോബർ-നവംബറിൽ 2024 COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉച്ചകോടി, ബയോഡൈവേഴ്സിറ്റി ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. അത് നടക്കാൻ പോകുന്നത് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ്. അപ്പോൾ കൊളംബിയ രാജ്യത്തിലേക്ക്, ആ COPയിലേക്ക് പോകുമ്പോഴുള്ള ഇതിൽ നിന്നൊരു ഫീഡ്ബാക്ക് കൂടി വെച്ചുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്.